അപ്പോൾ രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ഒരു പ്രധാന നേതൃത്വം മത്സരിക്കേണ്ട മണ്ഡലത്തിൽ കോമഡി ഷോയിൽ മാത്രം ഒരു പങ്കെടുക്കുന്ന ഒരു മുൻനിര സിനിമാ നടനൊന്നുമല്ല, ഒരു നായകവേഷം അഭിനയിച്ച ഒരു സിനിമയൊന്നും ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട മുൻനിര നടനല്ല അദ്ദേഹം. കോമഡി ഷോയിൽ പ്രശസ്തനാണ്. അതിൽ ഞാനൊന്നും അതിനെ കുറച്ചൊന്നും കാണുന്നില്ല. നമുക്കെല്ലാം എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ചില ഷോകൾ കണ്ട വളരെ തൃപ്തികരമാണ്, വളരെ തൃപ്തിയാണ്. കാരണം നമുക്ക് ആ ടെൻഷൻ ഒഴിഞ്ഞായി കിട്ടും, ചിരിക്കാൻ പറ്റും. അതല്ലല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയം പറയുന്നത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലേ, ആ പ്രശ്നങ്ങളെ കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് വേണ്ട പരിഹാരം, രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാവണ്ടേ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിപ്പിക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെ ഒരു ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ഈ മണ്ഡലം BJPക്ക് എഴുതി കൊടുക്കുക, എന്നിട്ട് ഈ മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ ഷാഫി അല്ലാതെ വേറൊരു വീരനില്ല ഈ കോൺഗ്രസിനകത്ത് എന്ന പരിവേഷത്തിലേക്ക് ഷാഫിയെ കൊണ്ടെത്തിക്കുക, എന്നിട്ട് വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരിക എന്ന ഷാഫി പറമ്പലിൻ്റെ ക്രൂക്കഡ് ബുദ്ധിയാണ് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് പരിപൂർണമായും ഷാഫിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇവിടെ BJPയുമായി കാലാകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിൻ്റെ അവസാന കളി കൂടിയാണ് രമേഷ് പിഷാരടിയിലൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വടക്കഞ്ചേരി പഞ്ചായത്തിൽ BJPക്കും കോൺഗ്രസിനും ഒറ്റ സ്ഥാനാർത്ഥിയാണ്, പൊതു സ്ഥാനാർത്ഥിയാണ്. കോലി സഖ്യം പോലെ, ബേപ്പൂർ വടകര മോഡൽ പോലെ വടക്കഞ്ചേരിയിലും വണ്ടാഴി പഞ്ചായത്തിലും. എന്നിട്ടാണ് BJP CPM ഡീലെന്ന് സതീശനും KC വേണുഗോപാലും ആരോപിക്കുന്നത്. എന്ത് വസ്തുതയായി ഈ കാര്യത്തിലുള്ളത്? അപ്പോൾ വസ്തുതകളെ മറച്ചു പിടിക്കാനും അവർ നടത്തുന്ന ഡീലിനെ പൊതുസമൂഹത്തിൽ അറിയാതിരിക്കാൻ CPMനെതിരെ LDFനെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കുമോ? അപ്പം അതുകൊണ്ട് പാലക്കാട് മണ്ഡലം BJP ജയിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനാണ്. ആ ഷാഫിയാണ് രമേഷ് പിഷാരടിയെ പോലുള്ള ഒരു ദുർബലനായ, പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. അത് ഷാഫിക്ക് വേണ്ടി മാത്രം. അതാണ് ഈ കാര്യത്തിൽ. അല്ലാതെ ഒരു കാലത്തും ഈ കേരളത്തിൽ CPM BJP ഡീൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJP മുന്നണിയുമായിട്ടുള്ള ഡീൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും ഇനി ഭാവിയിലും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇടതുപക്ഷത്തിന് മാത്രമേ RSSനെ പോലുള്ള ഫാസിസത്തെ എതിർക്കാൻ സാധിക്കുകയുള്ളൂ. ഇടതുപക്ഷത്തിന് മാത്രമേ അവരെ തടയിടാൻ കഴിയുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് കേരളീയ സമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. മതനിരപേക്ഷ മനസ്സുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് RSSൻ്റെ ഭീകരതയെ തടഞ്ഞിട്ടുള്ളൂ എന്ന ബോധ്യം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് ഈ ഡീൽ ആരോപിച്ചാൽ അതൊന്നും ഈ കേരളത്തിലെ മനുഷ്യർ ലേശം വിശ്വസിക്കില്ല. അത് അവർക്ക് ചേർന്ന പട്ടമാണ്, അവർക്കാണ് ആ പട്ടം ചേരുക. അത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാലാകാലമായി കാണുന്നതാണ്. അതാണ് വീണ്ടും പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങളിവിടെ പൂർണ്ണമായും NMR റസാഖ് ഇപ്രാവശ്യം ഈ മണ്ഡലത്തിൽ ജയിക്കും. ഇത്തവണ കോൺഗ്രസും BJPയും മത്സരിക്കുന്നത് 2ാം സ്ഥാനത്തേക്കാണ് പാലക്കാട് മണ്ഡലത്തിൽ, 1ാം സ്ഥാനത്തേക്കല്ല. ഞങ്ങളിവിടെ ജയിക്കും. അതിനുള്ള സ്വീകാര്യത ഇതിനകം തന്നെ NMR റസാഖിന് ലഭിച്ചിട്ടുണ്ട്.